ഹൃദയഭേദകമായ സുപ്രീം കോടതിയെ വേദനിപ്പിച്ച ആ 8 വയസ്സുകാരുടെ ദൃശ്യം. അധികൃതർ പൊളിച്ചു മാറ്റുന്ന വീടിനുള്ളിൽ നിന്ന് തന്റെ പാഠപുസ്തകങ്ങളുമായി ഓടുന്ന പെൺകുട്ടിയുടെ ദൃശ്യം രാജ്യത്തിനാകെ വേദനിപ്പിച്ചതാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വികസന അതോറിറ്റിയുടെ കയ്യേറ്റമൊഴിപ്പിക്കൽ അനധികൃതമാണെന്നും നടപടിക്രമം പാലിക്കാതെയുള്ള കയ്യേറ്റമൊഴിപ്പിക്കൽ എന്ന പേരിൽ വീടുകൾ ഇടിച്ചു നിരത്തിയ പ്രയാഗ്രാജ് വികസന അതോറിറ്റി 10 ലക്ഷം രൂപ വീതം 6 വീട്ടുടമകൾക്ക് നൽകണമെന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധിക്ക് പിന്നിലെ ചാലകശക്തിയും തന്റെ പാഠപുസ്തകങ്ങൾ മാറോടണച്ച് ഓടുന്ന 8 വയസ്സുകാരുടെ ദൃശ്യമാണ്. UP അംബേദ്കർ നഗർ ജലാൽപൂരിലെ അനന്യ യാദവ് എന്ന 8 വയസ്സുകാരുടെ ദൃശ്യങ്ങളാണ് സുപ്രീം കോടതിയെ പോലും വേദനിപ്പിച്ചത്. മാർച്ച് 23-നാണ് നഗരവികസനത്തിന്റെ ഭാഗമായി അനന്യയുടെ കുടുംബം താമസിക്കുന്ന ഷെഡ് ഉൾപ്പെടെ പൊളിച്ചു നീക്കാൻ എത്തിയത്. ഷെഡുകൾ പൊളിച്ചു നീക്കുന്നതിനിടയിൽ അനന്യയും കുടുംബവും താമസിക്കുന്ന ഷെഡിന് തീ പിടിക്കുകയായിരുന്നു. തീ പടർന്നതോടെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്തായ പാഠപുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്തോടുന്ന അനന്യയെ ദൃശ്യങ്ങളിൽ കാണാം. ബാഗുമായി ഓടുന്ന തന്റെ വീഡിയോ രാജ്യത്തെ പരമോന്നത കോടതിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്ന് അനന്യക്ക് അറിയില്ലായിരുന്നു. ചൊവ്വാഴ്ച പ്രയാഗ്രാജ് കയ്യേറ്റമൊഴിപ്പിക്കൽ കേസിൽ വാദം നടക്കുന്നതിനിടെ ജസ്റ്റിസുമാരായ AS OK, ഉജ്ജൽ ഭൂയാൽ എന്നിവർ ഈ വീഡിയോയെ പറ്റി പരാമർശിച്ചിരുന്നു. പുസ്തകങ്ങളും മാറോടണച്ച് ഓടുന്ന പെൺകുട്ടിയുടെ ദൃശ്യം വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കിയെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. തീപിടുത്തം ഉണ്ടായപ്പോൾ ബാഗും പുസ്തകങ്ങളെയും പറ്റിയുമാണ് ആദ്യം ഓർത്തത്. അമ്മ തന്നെ തടയാൻ ശ്രമിച്ചു, എങ്കിലും ഞാൻ ഓടിപ്പോയി പുസ്തകങ്ങൾ എടുത്തു. കത്തിപ്പോയാൽ സ്കൂളിൽ നിന്ന് പകരം പുസ്തകങ്ങൾ കിട്ടിയില്ലെങ്കിലോ? 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനന്യ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞ കാര്യമാണിത്. പ്രയാഗ്രാജ് കയ്യേറ്റമൊഴിപ്പിക്കൽ കേസിന്റെ വാദത്തിനിടയിലാണ് അനന്യയുടെ വീഡിയോ സുപ്രീം കോടതി പരാമർശിച്ചത്. പ്രയാഗ്രാജിൽ അനധികൃതർ നടത്തിയത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ നടപടിയാണെന്നും പാർപ്പിടാവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന ഘടകമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം അനന്യ താമസിച്ചിരുന്ന വീടിന് തീപിടുത്തമുണ്ടായത് തങ്ങൾ മൂലമല്ലെന്നാണ് അധികൃതരുടെ വാദം.